നമ്മളെ സ്ഥിരം പണി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ നടക്കല്. എവിടെയാണെന്ന് അറിയില്ല. ഷാനു പറയുന്നത് ചൈന ടൗൺ. ഇതാണ് നമ്മളെ പൊന്നൂക, നമ്മളെ പൊന്നൂക്ക. ഇതാണ് ടുക് ടുക് പൊന്നോ. ഇതൊക്കെയല്ലേ നമ്മളെ ജോലി. ആ പ്രായമുള്ള മനുഷ്യനാണ് നമ്മളെ പൊന്നൂസിനെ കാണിച്ചു തരാം. പേടിയുണ്ടാ? ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഈ വലിയ ടാക്സി ഒന്നും ഇഷ്ടമല്ല. ബാങ്കോക്ക് സിറ്റി. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ നല്ല സ്വഭാവം അല്ലേ പൊന്നോ? എന്താ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഓട്ടോ പോകുന്നതാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് സ്റ്റൈലും നമ്മുടെ നാട് പോലെ തന്നെ. നമ്മളെ ബാക്കിൽ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നാല് ഇത് കുറച്ച് കത്തിയാന്ന് പറയുന്നല്ലേ. പക്ഷെ ഇതിൽ ട്രൈ ചെയ്യണം. ഇതന്നെ രസം. മറ്റേത് നമ്മള് ടാക്സി പിടിച്ച് പോകുമ്പോ ഒരു സുഖമില്ല. ഇതാ ഇവിടുത്തെ ബസ്സൊക്കെ കണ്ടാ? ഞാൻ പോയിട്ടില്ല ചെന്നൈയില്. ഇവിടെ കൊറേ ബൈക്കുകളാട്ടോ ഉള്ളത് കൂടുതൽ. ഇതല്ലേ നമ്മളിപ്പോ പോകുന്നത് ചൈന ടൗൺ. ലേശം എന്തൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്യാം. എന്നിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഡോ ക്രൂസിൽ നമ്മൾ ബുക്ക് ചെയ്തില്ല ഡിന്നർ. എന്തോ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്റെ ബാക്കിലുള്ള നോക്കിയാൽ വന്നെല്ലാം സ്റ്റൈലിലാണ് ഓടിച്ചിട്ട് വരുന്നത്. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇവിടെ ചൂടുണ്ടോന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടുണ്ട്. പക്ഷെ ഹ്യൂമിഡിറ്റി കുറവല്ലേ? ചൂടുണ്ട് പക്ഷെ ഹ്യൂമിഡിറ്റി കുറവാ. എന്താ ഷാന്റെ അഭിപ്രായം? ഒപ്പീനിയൻ എന്താ ഇവിടുത്തെ വെതർ? ഇത് കണ്ട കുട്ടികളെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വരുന്നു. 4 മണിയല്ലേ നോക്കാം. ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇതൊക്കെ ശരിക്കും നമ്മളെ നാടന്നെ തലശ്ശേരി മായി. അങ്ങനെ പറയാം. ഇത് നോക്കിയാൽ ഈ നാലിക്കല ഇതാണ് ചൈന ടൗൺ. റിലീസ് ഫീൽ നടന്ന ക്ഷണം. മഴ പൊന്നു ഇതാ കൈപിടിക്ക് പപ്പന്റെ. ഇതാണ് ചൈന ടൗൺ. ഞങ്ങൾക്ക് തോന്നുന്നത് കുറച്ചുകൂടി രസം ലൈറ്റൊക്കെ ഉണ്ടാവാൻ രാത്രിയാണെന്നാ പറഞ്ഞത്. ഇവിടെ എല്ലാതരം ഫുഡ് എല്ലാം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. പൊന്നു ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കില്ല.
മാംഗോ സ്റ്റിക്കി റൈസ് ഓർഡർ ചെയ്യാണ്. മാംഗോ ഫ്രഷ് ആയിട്ട് അവർ കട്ട് ചെയ്യാണ്. താങ്ക് യു. അത് തന്നൊക്കെ പൊളിക്കുമ്പോഴത്തേക്ക് നേരം വിളിക്കും. ഇഷ്ടമായാ? കട്ടയില് തേങ്ങാപ്പാല്. No, there's one more thing. ഇത് പരിപ്പ Mix. And then we, yeah. ഇതിങ്ങനെ മിക്സ് ആക്കി. Can I eat? തന്നുവാക്ക് എങ്ങനെയാ തോന്നുന്നത് ടേസ്റ്റ്? ചക്കരച്ചോറ് ടേസ്റ്റ് ഉണ്ടല്ലേ? ഇഷ്ടമായ ഓരോന്ന് നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നാരിയൽ കാ പാനി. ടേസ്റ്റ് ഉണ്ടാ? മധുരം ഉണ്ടാ? ഇതാണ് ഇവിടുത്തെ ട്രാഫിക്. നമ്മളങ്ങനെ ഐക്കോൺ സയാം മോളിൻ്റെ അവിടെ എത്തി. കാരണം അതിനടുത്താണ് നമ്മൾ ദോ ക്രൂസിൻ്റെ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ എവിടെയാ നമ്മുടെ ബോട്ടുള്ളത് നോക്കാൻ പോവാം. LV അതാ, കൊച്ചി എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ ബ്രാൻഡും ഉണ്ട്. കാർച്ചിയർ എല്ലാം. ഇവിടെ ഒരു സ്റ്റൈല് കാണുമ്പോൾ ഒരു ദുബായിൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലേ ഈ ബിൽഡിങ്സും. പെട്ടെന്നൊരു മാറി. നമ്മൾ മറ്റേ ചൈന ടൗണിൽ നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് അല്ലേ? ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ചൂടുണ്ട്. പക്ഷെ ദുബായിൻ്റെ അത്ര ചൂടില്ല. അങ്ങനെ നടന്ന് 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 നമ്മൾ എത്തിയിട്ടുണ്ട്. അതർ സൈഡ്. നമ്മളിപ്പോൾ പോകുന്നത് ഐക്കോൺ സിയാം മാളിൻ്റെ അകത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോട്ടിങ്ങിന്, അതായത് നമ്മൾ ദോ ക്രൂസ് അറൗണ്ട് 7:20 ആവും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. നമ്മൾ അറൗണ്ട് 6 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിരുന്നു. ഇതാണ് സൂക്ക് സിയാം. അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാം. അതായത് ഈ ഷോപ്പിംഗ് മോളിൻ്റെ അകത്താണ് ഇതുള്ളത്. രസമുണ്ടല്ലേ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു കണക്കിന് നല്ലേ. നമ്മൾ ചൈന ചൈന മാർക്കറ്റാ, ചൈന ടൗണിൽ പോയിട്ട് വിയർത്ത് കുളിച്ചിട്ടല്ലേ. അപ്പോൾ നമ്മുടെ ബോട്ടിങ് എന്തായാലും 7:40 അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാ ഇതിനകത്ത് കയറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഇതെനക്ക് ഒന്ന് ഒറ്റക്ക് വാങ്ങിച്ചാൽ നോക്കാം. അഗൈൻ ഇതാ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ ഷാനോന് ഇതേപോലെ വേണ്ടത് ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രിൽഡ് ചിക്കൻ വിത്ത് ഹെർബ്സ്, ഗ്രിൽഡ് ചിക്കൻ ഇൻ റെഡ് സോസ്, ഗ്രിൽഡ് പോർക്ക്. ഷാന് ബീഫ് എടുക്കുന്നത്. ഇത് നോക്കിയാൽ ഇത് വേറൊരു സാധനം. സോറി, ഇതെന്താ സാധനം പൊന്നോ? വാട്ട് ഈസ് ദിസ്? പോർക്ക്. അത് പോർക്കാണ്. കോണ്ടോ ഇതാ. ജ്യൂസ് ബാർ. നമുക്കൊരു ജ്യൂസ് വേണം, ഫ്രഷ് ജ്യൂസ്. ഇതൊരു ലോകം തന്നെ അല്ലേ?
ഇത് നോക്കിയാൽ നല്ല നല്ല സാധനങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറേ ആക്സസറീസ്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വേണം കഴിക്കാൻ. താങ്ക് യു. നല്ലതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചൊക്കെ കഴിച്ചു. ഒരുപാട് കഴിച്ചില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് ഡിന്നർ ഉണ്ട് ക്രൂസിൽ. അപ്പം പിന്നെ നമ്മൾ പിന്നെയും എന്തൊക്കെയോ കഴിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്ക് പുറത്ത് വരുമ്പോഴത്തേക്ക് നല്ല ഈ ലൈറ്റ് ഷോ പിന്നെ ഫൗണ്ടൈൻ എല്ലാം കൂടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു വീക്ക് ഡേ ആണ് പോയത്, അതൊരു ട്യൂസ്ഡേ ആണിത്. എന്നിട്ടും നല്ല ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മന്ദം മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ബോട്ടിൽ കയറാൻ. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മൾ നേരത്തെ നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പക്ഷേ നമ്മൾ അപ്പർ ഡെക്കാണ് ചൂസ് ചെയ്തത്. അവിടെ നിന്നുള്ള കാഴ്ചയാണ്, അതായത് നേരത്തെ ആ ഐക്കോൺസ് ആ മോള് മൊത്തത്തിൽ കാണുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റുള്ള ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, മൊത്തത്തിൽ നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു. Okay, you can have it for now. Just here, right? ഫസ്റ്റ് ഫ്ലോർ. പിന്നെ അവിടെ കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്നു, അതായത് സെയിം നമ്മുടെ ആ സെയിം ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ പ്രോൺസ്. പിന്നെ മൊത്തം മ്യൂസിക് ഡാൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. പൊന്നുൻ്റെ ബർത്ത്ഡേ August 1 ഇതിപ്പോൾ ഒരു August 7 നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ചെറിയ കേക്ക് അവർ കൊടുത്തിരുന്നു. പൊന്നു ഭയങ്കര എന്താ പറയുക സർപ്രൈസ്ഡായി. നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ ഡ്രിസിലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പ്രോഗ്രാംസൊക്കെ താഴോട്ടേക്ക് മാറ്റിയിരുന്നു. ഇതാ നമ്മളിപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ മൊത്തത്തിൽ വെള്ളമൊക്കെ ആയിട്ട് നല്ല ഹെവി റെയിൻ ആയിരുന്നു. നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ മൊത്തത്തിൽ ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത ടാക്സിക്കൊന്നും വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ ടുക്ക് നല്ല അവർ തോന്നിയ പൈസ പറയാണ്. അങ്ങനെ പോയിട്ടില്ല നാട്ടിൽ നിന്ന്, ഇങ്ങനെ രാത്രി ഓട്ടോയില്ല.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബാങ്കോക്ക് വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.